നമസ്കാരം. എപ്പോഴും ഒരു പരിഹാസ്യ പാത്രമാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തെ നിരവധി പേർ ട്രോളിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ സംസാരം, ഇതൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് ബ്രണ്ണൻ കോളേജിൽ സുധാകരനെതിരെ നടത്തിയ പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ. അതുപോലെ മംഗലാപുരത്ത് നടത്തിയ RSSകാരുടെ വടിവാളുകൾക്കിടയിലൂടെ നടന്നു വന്ന വിജയൻ, ഇന്ദ്രനും ചന്ദ്രനും തടുക്കാനാവാത്ത വിജയൻ എന്നിങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ അദ്ദേഹത്തെ പരിഹാസ്യപാത്രമാക്കി. പിന്നെ മൈക്ക് വലിച്ചൊടിച്ച ഒരു സംഭവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പിണറായി വിജയന് സമൂഹ മധ്യത്തിൽ ഒരു പരിഹാസപാത്രമാക്കാൻ മാത്രമാണ് ഉപകരിച്ചത്. പക്ഷേ അന്നൊന്നും ആർക്കും പിണറായി വിജയനെതിരെ ശബ്ദിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും കേസെടുക്കുന്ന ഒരു പ്രതീതി. പക്ഷെ അന്നൊന്നും പിണറായി വിജയനെതിരെ ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വലിയ രീതിയിൽ നടക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിനെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷം ഇന്നലെ പ്രതിഷേധം നടത്തിയിരുന്നു. ബജറ്റിനെ കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ നൽകിയ നോട്ടീസ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ തള്ളിയത്. ബജറ്റ് ചർച്ച ചെയ്യുമ്പോൾ നോട്ടീസിലുള്ള വിഷയങ്ങളും പറയാമെന്നും അടിയന്തര പ്രമേയമായി അനുവദിക്കാനാകില്ലെന്നും മുൻ സ്പീക്കർ വർക്കല രാധാകൃഷ്ണന്റെ റൂളിംഗ് ചൂണ്ടിക്കാട്ടി ആണ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ നിലപാടിലേക്ക് എത്തിയത്. പുതിയ നികുതി നിരക്കിന്റെ ഗുണഭോക്താവ് ബക്കാഡി എന്ന മദ്യക്കമ്പനിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ ആരോപിച്ചിരുന്നു. 2023 ബക്കാഡി നികുതി വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നു എങ്കിലും LDF സർക്കാർ നടപടിയെടുത്തില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ പുതിയ സർക്കാർ ശരവേഗത്തിൽ ഫയൽ നീക്കുകയും 7 ഉദ്യോഗസ്ഥർ അസാധാരണ വേഗത്തിൽ ഫയലുകൾ പരിശോധിക്കുകയും യുവാക്കളെ അടക്കം ലഹരിയിലേക്ക് തള്ളിവിടുന്നതായും സർക്കാരിൻ്റെ ഈ തീരുമാനം മാറുമെന്നാണ് പിണറായി വിജയൻ ഇന്നലെ കുറ്റപ്പെടുത്തിയത്. പിണറായി വിജയൻ്റെ ഈ വാദത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴാണ് അദ്ദേഹം എത്രമാത്രം പരിഹാസ്യനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്ത് 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10 വർഷങ്ങൾ കഴിഞ്ഞ് 2026 പിണറായി വിജയൻ അധികാരമൊഴിയുമ്പോൾ കേരളത്തിൽ 854 ബാറുകൾ ഉണ്ടായി. ആരാണ് ഇതിന് ഉത്തരവാദി? അതായത് 29 നിന്ന് 854 മാറി. 825 ബാറുകളാണ്, 825 ബാറുകളാണ് പിണറായി വിജയൻ പുതിയതായി 10 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ തുറന്നു കൊടുത്തത്. എന്നിട്ടാണ് ഇത്തരത്തിൽ സർക്കാരിനെ പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ബക്കാഡി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നികുതി ഇളവൊക്കെ പ്രഖ്യാപിച്ചതെന്നൊക്കെ പിണറായി വിജയൻ തള്ളിവിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ കേരളത്തിൽ മദ്യം ഒഴുകിയതിൻ്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം സ്വയം വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, LDF പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് 3 വർഷം LDF സർക്കാർ കൊടുക്കാതിരുന്ന ഇളവ് അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം UDF സർക്കാർ കൊടുത്തു എന്നുള്ളത് സംശയകരമാണെന്നാണ്. റെക്കോർഡ് വേഗത്തിലാണ് ഫയൽ നീക്കം നടന്നതെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിയമസഭയിൽ ചർച്ച നടത്താൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ലെന്നാണ് KN ബാലഗോപാലും K രാജനും PK പ്രവീണും ഒക്കെ ചോദിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഈ നേതാക്കളൊക്കെ. UDF സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം ജനോപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളും അവർ നടപ്പിലാക്കി. ആശാവർക്കർമാരുടെ വേതനം കൂട്ടി, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നൽകി, അങ്ങനെ തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപയോഗമുള്ള പല കാര്യങ്ങളും ചെയ്തു. ഇതൊന്നും CPMനെ സംബന്ധിച്ചിടത്തോളവും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ആദ്യം തന്നെ അവർ തീരുമാനിച്ചിരുന്നതാണ് സർക്കാരിനെതിരെ നമ്മൾ ഇപ്പോഴേ അടി തുടങ്ങണം എന്നുള്ള കാര്യം പാർട്ടി തീരുമാനമെടുത്തിരുന്നതാണ്. പിണറായി വിജയനൊന്നും ഒരിക്കലും ഇത്തരം വികസനങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നും പിണറായി വിജയനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പോലും കൈയിട്ട് വാരിയ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, 2016 മുതൽ 2026 വരെയുള്ള 10 വർഷത്തെ കണക്കെടുത്താൽ കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഒരു ഭയാനകമാവിധം വർദ്ധിച്ചിരിക്കുകയാണ്. അതിൽ പലതും 90% ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുമായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ പിണറായി വിജയനാണ് ഇപ്പോൾ നിയമസഭയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി അപഹാസ്യനാകുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു വസ്തുത.